സംസ്ഥാനത്തെ ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ഉടൻ ആരംഭിക്കുന്നു. 2 മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ തലങ്ങളിൽ ആലോചന നടക്കുന്നത്. സമീപകാലത്ത് തന്നെ പെൻഷനിൽ വൻതോതിലുള്ള വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത്. വിവിധ തരത്തിലുള്ള പെൻഷനുകളാണ് സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് വാർദ്ധക്യകാല പെൻഷൻ ആണ്. വിധവാ പെൻഷനും എണ്ണത്തിൽ കുറവല്ല. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കും സർക്കാർ പെൻഷൻ നൽകുന്നുണ്ട്. കർഷക തൊഴിലാളികൾക്കും പെൻഷൻ സർക്കാർ നൽകി വരുന്നുണ്ട്. എല്ലാ വർഷവും അതാത് കാലയളവിൽ നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ ലഭിക്കാറില്ല. മസ്റ്ററിംഗ് വിട്ടുപോകുന്ന ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് പിന്നീട് ആ തുക തിരിച്ചു കിട്ടുന്നതല്ല. സർക്കാരിന് ലക്ഷങ്ങളുടെ വരുമാനമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. പെൻഷൻ വാങ്ങുന്നവർ അതാത് കാലങ്ങളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി അവരുടെ പെൻഷൻ ഇല്ലാതാവുന്നത് തടയണം എന്നതാണ് പൊതുജനങ്ങളോടുള്ള അഭ്യർത്ഥന. സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതികൾ 60 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. BPL കാർഡുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പെൻഷൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും. ഉന്നത വരുമാനമുള്ളവർക്കും മറ്റ് ആഡംബര ജീവിതം നയിക്കുന്നവർക്കും സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കാറില്ല. പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. പെൻഷനുമായി ബന്ധപ്പെട്ട് അതാത് കാലങ്ങളിൽ നടക്കുന്ന പുതിയ അപ്ഡേഷനുകൾ യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആദി സപ്നാസ് വ്ലോഗ്.